ഹലോ, ഈ നോമ്പ് സീസണൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഒട്ടുമിക്ക വീട്ടുകളിലും നോമ്പ് തുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് തരിക്കഞ്ഞി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ആ ഐറ്റമാണ് ഞാനിന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ, അതുപോലെ തന്നെ ഒരു അരക്കപ്പ് സേമിയ, കൊച്ചുള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഇത്രയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ആദ്യം നമുക്ക് പാല് ചൂടാക്കാൻ വെക്കാം. പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് സേമിയാണ് കേട്ടോ. ഞാൻ എടുത്തു വെച്ച മുഴുവൻ ഇട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗ്യം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. സേമിയ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തരിക്കഞ്ഞി അങ്ങ് കട്ട പിടിച്ച് പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റവ ഇടുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം. ഒരു 2 കപ്പ് പാലിന് 2 സ്പൂൺ റവ, ആ ഒരു ടൈപ്പാണ് ഇടേണ്ടത്. ഞാനിവിടെ ഒരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3.5 സ്പൂൺ റവ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൽ താളിക്കാനുള്ളത് റെഡിയാക്കി വെക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ നെയ്യിലേക്ക് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ റവ പോലെ തന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കൊച്ചുള്ളി. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് ഇവിടെ കഴിഞ്ഞു. അപ്പം നമ്മുടെ സേമിയയും പാലും അവിടെ കിടന്ന് വേവുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊച്ചുള്ളി ഇതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചുള്ളിയിലേക്ക് അവസാനം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് മൂന്നും കൂടിയിട്ടൊന്ന് ഒരുമിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അവസാനം ഇത് താളിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൽ സേമിയ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മധുരം ആഡ് ചെയ്യാം. അതിനായിട്ട് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സേമിയ കറക്റ്റ് വെന്തോ നോക്കണം. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സേമിയ കറക്റ്റ് വെന്ത് കിട്ടില്ല. അപ്പോൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ മധുരമൊക്കെ നോക്കിയതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കണം. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റവ നമ്മളിതിൽ ആഡ് ചെയ്യാം. റവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അധികം തിളപ്പിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ചൂടായി കിട്ടിയാൽ മതി. അതുപോലെ തന്നെ റവ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്റ്റവ് എപ്പോഴും കുറച്ച് വേണം വെക്കാൻ. അതുപോലെ റവ ഒറ്റയടിക്ക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ കുറച്ചേശ്ശെ ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ. ഇതുപോലെയാണ് ഞാൻ റവ ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി, കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കറക്റ്റ് പാകം നോക്കി എടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ കറക്റ്റ് അളവ് എങ്ങനെയാണ് പറയുകയെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്യുകയാണ്. പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്നും അധികം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പം വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയ ഐറ്റമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഇതിൽ കാണിക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു നമ്മുടെ ഏലക്കാപ്പൊടി. അതും കൂടി ഞാനൊരു സ്പൂണോളം ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിലേക്ക് ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ. ഇനി ഇതിൻ്റെ ഏകദേശം എല്ലാ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ആ കൊച്ചുള്ളി, ആ നെയ്യും കാര്യങ്ങളൊക്കെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തരിക്കഞ്ഞിയുടെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കണ്ടോ, ഇത്രയും ഒരു വെള്ളമുള്ള ടൈപ്പിലാണ്